റേസിയുടെ പെരുന്നാൾ സ്പെഷ്യൽ ബിരിയാണി. ഇത് എൻ്റെ ഫ്രണ്ട് റേസി. ഞാനിപ്പോൾ ട്രിവാൻഡ്രം അടുത്തൊരു സ്ഥലത്താണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇന്ന് നമ്മുടെ റേസിയുടെ കുക്കിംഗ് ആണ് ഇന്ന് കാണുന്നത്. അപ്പോൾ നമുക്ക് തുടങ്ങാം. അപ്പോൾ ഇപ്പോൾ നമ്മുടെ ദം ബിരിയാണി ഉണ്ടാക്കാൻ തുടങ്ങുക കേട്ടോ. പെരുന്നാൾ സ്പെഷ്യൽ ബിരിയാണിയാണ്. അതിൻ്റെ ഒരു പാത്രത്തിനകത്തേക്ക് അല്പം എണ്ണ ഒഴിച്ചു കൊടുക്കുന്നു. അപ്പോൾ ഇപ്പോൾ എണ്ണ ചൂടായതിലേക്ക് നമ്മൾ 1 കിലോ സവാള നേരിയതായിട്ട് അരിഞ്ഞത് അതൊന്നങ്ങ് വഴറ്റുവാണ്. അപ്പോൾ ഇത് നല്ലപോലെ ഒന്ന് വഴന്നു വരട്ടെ. അപ്പോൾ ഇത് ഉള്ളി പയ്യെ ഒന്ന് വഴന്നു വരണേ ഉള്ളൂ. അപ്പോൾ ആ കൂടെയിട്ട് നന്നായിട്ട് 1 കപ്പ് ഇഞ്ചി ചതച്ചത്, 1 കപ്പ് വെളുത്തുള്ളി ചതച്ചത്, ഒരു 5-6 പച്ചമുളക്, ഇത്രയും ചതച്ചെടുത്തതാണ്. അത് നമുക്ക് ഇതിനകത്തേക്ക് ഇടാം. അപ്പോൾ ഉള്ളിയിലേക്ക് അല്പം ഉപ്പും കൂടെ ഇട്ടാൽ പെട്ടെന്ന് അങ്ങ് വഴന്ന് കിട്ടും, മൂത്ത് കിട്ടും. നന്നായിട്ട് മൂപ്പിക്കില്ല. അപ്പോൾ ഇപ്പം നമ്മുടെ ഉള്ളി കുറച്ചൊന്ന് വഴന്നു. അപ്പോൾ ആ കൂടെയിട്ട് ഒരു 5 തക്കാളി ചെറുതായിട്ട് അരിഞ്ഞത് അതും കൂടെ ഇട്ട് വഴറ്റി കൊടുക്കുക. തക്കാളിയും കൂടെ ഇട്ടിട്ട് ഒന്ന് മൂടി വെക്കുക കേട്ടോ. ഒന്നങ്ങ് മൂടി വെച്ചിട്ട് കുറച്ച് സമയം. ഇപ്പൊ നമ്മൾ തക്കാളി ഇട്ട് ഒന്നും കൂടെ ഇളക്കി കൂട്ടി. ഇനി അതിലേക്ക് നമ്മൾ കുറച്ച് തൈരിനകത്ത് മല്ലിയില പുതിനയില അരച്ചത് കൂടെ ഈ കൂടെയിട്ട് അങ്ങ് ഒഴിക്കുകയാണ്. അപ്പൊ ഇനി നമ്മളിത് തൈര് ഒഴിച്ചു കൊടുത്തിട്ട് അല്പസമയം കൂടെ ഒന്ന് അങ്ങ് അടച്ചു വെക്കുകയാണ്. അപ്പൊ ഇപ്പൊ തക്കാളി, ഉള്ളി, മുളകും എല്ലാം നല്ലപോലെ വഴന്നു വന്നു. ഇനി അതിനകത്തേക്ക് 1 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ഇടുവാണ്. മഞ്ഞൾപ്പൊടി ഇത് ഒരു 5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി അത്ര ഇട്ട് കൊടുക്കാം. അപ്പോൾ മല്ലിപ്പൊടി ഇട്ടു. ഇനി അതിനകത്തേക്ക് പെരിഞ്ജീരകം, പട്ട, ഗ്രാമ്പൂ, ഇത്തിരി ഏലക്ക എല്ലാം കൂടെ പൊടിച്ചു വെച്ചത് ഒരു 1.5 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുവാണ്. മല്ലിപ്പൊടിയൊക്കെ കൂടെ തന്നെ പൊടിക്കുന്നതാണ്. അപ്പം അത്ര ഇട്ട് കൊടുത്തിട്ട് നമുക്കെല്ലാം കൂടെ ഒന്നങ്ങ് മിക്സ് ചെയ്യാം. ഇപ്പം നമ്മുടെ ഉള്ളി ഇതിനകത്തേക്ക് മസാലയൊക്കെ ഇട്ടത് കുറച്ച് സമയം ഒന്ന് മൂത്ത് വന്നു. ഇനി അതിനകത്തേക്ക് ഒരു 2 കിലോ ചിക്കൻ വലിയ പീസായിട്ടുള്ളത് ഇട്ട് കൊടുക്കുവാണ്. അപ്പം ചിക്കൻ എല്ലാം മേളിലേക്ക് ഇട്ട് കൊടുത്തിട്ട് 1 മിനിറ്റോളം അതൊന്ന് അടച്ചു വയ്ക്കും. ഇപ്പം 1 മിനിറ്റ് കഴിഞ്ഞു. അപ്പം ഇനി അതൊന്ന് ഇളക്കിയിട്ട് 1/2 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കിത് വേവിക്കാം. ഇപ്പം അതിലേക്ക് നമുക്കൊരു 2 ടേബിൾ സ്പൂൺ തൈരും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇനി അടച്ചു വെച്ചൊന്നങ്ങ് വേവിക്കാം. ഇപ്പോൾ ചിക്കനൊക്കെ വെന്ത് അപ്പോൾ ഞാൻ ഓഫ് ചെയ്ത് ഇട്ടു. ഇനി ഇത് നമുക്ക് ലെയർ ചെയ്ത് ദമ്മിലേക്ക് ഇടാം. അപ്പം ഇതോടൊപ്പം തന്നെ 1 കിലോ അരി നമ്മളൊന്ന് അല്പം വെള്ളത്തിൽ വേവിക്കുകയാണ്. അതൊരു 1/2 വേവ് കഴിയുമ്പോൾ അതിനകത്തേക്ക് കുറച്ച് പൈനാപ്പിൾ തിന്നായിട്ട് കട്ട് ചെയ്തതാണ്. ആ പൈനാപ്പിൾ അതിനകത്തേക്ക് ഇടുവാണ്. അപ്പം ഇത് പൈനാപ്പിളും കൂടെ ഇട്ടിട്ട് ഒരു 5 മിനിറ്റ്. ഇനിയിപ്പോൾ അതിനകത്ത് അല്പം വെള്ളമുള്ളത് നമ്മളിങ്ങനെ ഈ അടപ്പ് വെച്ചിട്ട് ഇങ്ങനെ വാർക്കും. അതിൻ്റെ ആ വെള്ളമുള്ളത് അങ്ങോട്ട് കളയുക ചെയ്യുന്നത്. ഇനിയിപ്പോൾ ഇതിനെ ഒന്ന് വാർത്ത് വയ്ക്കാം. ഇപ്പം നമ്മൾ അരി ഇത്തിരി വെള്ളമുള്ള അങ്ങ് വാർത്ത് വെച്ചു. അതിനകത്തേക്ക് ഒരു അല്പം പൈനാപ്പിൾ എസൻസും കൂടെ ഒഴിക്കുവാണ്. പൈനാപ്പിൾ എസൻസ് ഒഴിച്ചിട്ട് ഒന്നങ്ങോട്ട് മിക്സ് ചെയ്ത് വെച്ച് അടച്ചു വെക്കാം. ഇനി നമുക്ക് വലിയ വട്ടമുള്ളൊരു പാത്രം എടുത്തിരിക്കുന്നത് അതിലേക്ക് കുറച്ച് നെയ്യ് അങ്ങ് ഒഴിച്ചു കൊടുക്കും അടിയിൽ. എന്നിട്ട് ചിക്കൻ്റെ ഒരു പകുതി ഭാഗം ആദ്യം അടിയിൽ ഇട്ട് കൊടുക്കുവാണ്. ഇപ്പോൾ ഒരു പകുതി ചിക്കൻ അതിലോട്ട് അങ്ങ് നിരത്തി ഇട്ട് കൊടുത്തു, ഗ്രേവിയും കൂടെ. ഇനി നമുക്ക് അതിൻ്റെ മുകളിലേക്ക് ചോറിട്ട് കൊടുക്കാം. ഇനി നമ്മൾ ബാലൻസ് ചിക്കനും കൂടെ ചോറിൻ്റെ മേലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പൊ ഇനി ഇതിലേക്ക് ഒരല്പം പൈനാപ്പിൾ എസൻസ് ആണ് ഒഴിക്കുന്നത്. അപ്പൊ ഇനി കുറച്ച് ചോറിട്ടു. അതിൻ്റെ മുകളിലേക്ക് കുറച്ച് മല്ലിയില തൂണു. ഇനി മല്ലിയിലയുടെ മുകളിലേക്ക് ബാക്കിയുള്ള ചോറും കൂടെ ഇടുവാണ്. ഇനി അതിൻ്റെ മുകളിലേക്ക് ബാക്കിയുള്ള മല്ലിയില, പിന്നെ ഉള്ളി വറുത്തത്, കിസ്മിസ്, നട്ട്സ് ഇതെല്ലാം കൂടെ അങ്ങോട്ട് ഇടുവാണ്. ഇപ്പൊ നമ്മളെല്ലാം ലെയർ ചെയ്ത് ദമ്മിലേക്ക് സ്റ്റൗവായിട്ട് വെച്ചു. ഇനി അത് മൂടി വെച്ച് ഒരു 10 മിനിറ്റ് നേരം ദമ്മിലിരിക്കട്ടെ. ഇപ്പൊ നമ്മള് ചെറിയ ഫ്ലെയിമിൽ ഒരു 10 മിനിറ്റ് വെച്ചു. ഇനി നമുക്കിത് തുറന്നു നോക്കുമ്പോൾ ആ അടപ്പയിൽ ഇങ്ങനെ ആവി നല്ലതായിട്ട് വേർപ്പ് വെള്ളം വരുന്നതാണ് അതിന്റെ പാകം. ഉണ്ടോ വെള്ളം ചാടുന്ന കണ്ടോ? അതാണ് അതിന്റെ പരുവം.